വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു നല്ല അനലിറ്റിക്കൽ മോഡലിന് വേണ്ട റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്റ്റ് ബിഗിനിങ് മുതൽ ഡിപ്ലോയ്മെൻറ്റ് വരെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്നത് ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫൈനൽ സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ സ്റ്റേജസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സാണ്. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് ജേണിയാണ് ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ. അതായത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തൊട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും അറ്റ് ലാസ്റ്റ് സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ സ്റ്റേജസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റ് സിസ്റ്റമാറ്റിക്കായും സക്സസ്ഫുള്ളായും കംപ്ലീറ്റ് ചെയ്യാൻ ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിളിനെ 6 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഡേറ്റ അനലിറ്റിക്സ് പ്രൊജക്റ്റിലെ ഈ ഫേസസ് ഓരോന്നിനും സ്പെസിഫിക് റോൾ ഉണ്ട്. പ്രൊജക്റ്റ് സക്സസ് ആകാൻ ഈ ഫേസസ് കറക്റ്റ് ഓർഡറിൽ ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഞാൻ 6 ഫേസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്കവറി, ഡേറ്റ പ്രിപ്പറേഷൻ, മോഡൽ പ്ലാനിംഗ്, മോഡൽ ബിൽഡിംഗ്, കമ്മ്യൂണിക്കേറ്റ് റിസൾട്ട്സ്, ഓപ്പറേഷണലൈസ്. ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിളിൻ്റെ ഡയഗ്രമാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് തെറ്റിക്കരുത്, കറക്റ്റായിട്ട് വരയ്ക്കണം. ഓരോ ഫേസിൽ നിന്നും എങ്ങനെയാണ് ആരോസ് പോകുന്നതെന്ന് നോക്കണം. ഇനി നമുക്ക് ഈ ഓരോ ഫേസും ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. ഫസ്റ്റ് ഫേസാണ് ഡിസ്കവറി. ഈ ഫേസിൽ ആദ്യം പ്രൊജക്റ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ പ്രൊജക്റ്റിൻ്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഡിസൈഡ് ചെയ്യുന്നു. അതിനുവേണ്ടി പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് കസ്റ്റമേഴ്സ് അവരുടെ സർവീസ് യൂസ് ചെയ്യുന്നത് നിർത്തുമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്. അതാണ് ഡിസ്കവറി ഫേസ്. സെക്കൻഡ് ഫേസാണ് ഡേറ്റ പ്രിപ്പറേഷൻ. ഈ ഫേസിൽ ആദ്യം ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ ക്ലീൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് റിമൂവ് ചെയ്യുകയും മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യുകയും ഡേറ്റ അനാലിസിസിന് സ്യൂട്ടബിളായ ഫോർമാറ്റിൽ ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നു. റിയൽ വേൾഡ് ഡേറ്റ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ഡേറ്റ കറക്റ്റായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അടുത്ത ഫേസിൽ ആക്യുറേറ്റ് റിസൾട്ട്സ് കിട്ടുകയുള്ളൂ. അതാണ് ഡേറ്റ പ്രിപ്പറേഷൻ ഫേസിൻ്റെ മെയിൻ പർപ്പസ്. തേർഡ് ഫേസാണ് മോഡൽ പ്ലാനിംഗ്. ഈ ഫേസിൽ പ്രൊജക്റ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ടെക്നിക്കും അൽഗോരിതവും സെലക്ട് ചെയ്യുന്നു. അതോടൊപ്പം മോഡൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള പ്ലാനും പ്രിപ്പയർ ചെയ്യും. എല്ലാ പ്രൊജക്റ്റിനും ഒരേ അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രോബ്ലത്തിനനുസരിച്ച് കറക്റ്റ് അൽഗോരിതം ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മോഡൽ പ്ലാനിംഗ് ഫേസ്. ഫോർത്ത് ഫേസാണ് മോഡൽ ബിൽഡിംഗ്. മോഡൽ പ്ലാനിംഗ് കഴിഞ്ഞ ശേഷം ഈ ഫേസിൽ ആക്ച്വൽ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം മോഡലിനെ ട്രെയിനിങ് ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യും. പിന്നെ മോഡൽ ടെസ്റ്റ് ചെയ്തു അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ആവശ്യമുണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അതാണ് മോഡൽ ബിൽഡിംഗ് ഫേസ്. ഫിഫ്ത്ത് ഫേസാണ് കമ്മ്യൂണിക്കേറ്റ് റിസൾട്ട്സ്. മോഡലിൽ നിന്ന് കിട്ടിയ റിസൾട്ട്സ് യൂസറിന് ക്ലിയറായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഫേസിലാണ്. അതിനുവേണ്ടി റിപ്പോർട്ട്സ്, ചാർട്ട്സ്, ഗ്രാഫ്സ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ്സ് യൂസ് ചെയ്യുന്നു. കിട്ടിയ ഫൈൻഡിങ്സ് പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ആക്ഷൻ എടുക്കണമെന്നതും റെക്കമെൻഡ് ചെയ്യും. റിസൾട്ട് ഡേറ്റ അനലിസ്റ്റിന് മാത്രം മനസ്സിലാക്കുന്ന രീതിയിലല്ല, മാനേജേഴ്സിനും ക്ലയൻസിനും ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം. അപ്പോഴാണ് അവർക്ക് കറക്റ്റ് ഡിസിഷൻസ് വേഗത്തിലെടുക്കാൻ കഴിയുക. ലാസ്റ്റ് ഫേസാണ് ഓപ്പറേഷണലൈസ്. ഈ ഫേസിൽ ഡെവലപ്പ് ചെയ്ത മോഡൽ റിയൽ വേൾഡിൽ യൂസ് ചെയ്യാൻ ഡിപ്ലോയ് ചെയ്യുന്നു. ഡിപ്ലോയ് ചെയ്തതിന് ശേഷം മോഡലിൻ്റെ പെർഫോമൻസ് റെഗുലറായി മോണിറ്റർ ചെയ്യുകയും സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ മോഡൽ അപ്ഡേറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. സിമ്പിളായി പറഞ്ഞാൽ മോഡൽ റിയൽ വേൾഡ് ആപ്ലിക്കേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുന്നതാണ് ഓപ്പറേഷണലൈസ് ഫേസ്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ യൂസ് ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ്, സെർച്ച് ഹിസ്റ്ററി, പ്രിഫറൻസസ് എന്നിവയെല്ലാം ആപ്പ് കളക്ട് ചെയ്യും. അതിനുശേഷം ഡേറ്റ ക്ലീൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യും.
പിന്നെ ഒരു പ്രഡിക്ഷൻ മോഡൽ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള റെസ്റ്റോറൻറ്റ്സും ഫുഡ് ഐറ്റംസും റെക്കമെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളെപ്പോഴും മന്തി ഓർഡർ ചെയ്യുന്ന ആളാണെങ്കിൽ ആപ്പ് കൂടുതൽ മന്തി റെസ്റ്റോറൻറ്റ്സ് റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെ ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്താണ് ഫുഡ് ഡെലിവറി ആപ്സ് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ നൽകി കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്.